നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറൻറ്റ് എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഉപയോഗപ്പെടുത്തുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ചാർജിൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ ഈ ലെസണിൽ മൂവിങ് ചാർജസ് ആണ് പഠിക്കുന്നത് അല്ലേ. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറൻ്റാണ്. കറൻ്റ് എന്ന് പറയുമ്പോൾ മൂവിങ് ചാർജാണ്. അപ്പോൾ ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇഫ് എ ചാർജ് ക്യൂ ഇസ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ബി വിത്ത് വെലോസിറ്റി വി, ഇറ്റ് എക്സ്പീരിയൻസസ് എ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ദ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ എഫ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി. ഇനി ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ആസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ കാര്യം നന്നായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നമുക്ക് നോക്കാം. ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു കേസ്. സപ്പോസ് ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് വൈ ആക്സിസ്, ഓക്കെ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു പോസിറ്റീവ് ചാർജാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ദെൻ ദ ഫോഴ്സ് ഓൺ ദ ചാർജ് ക്യൂ വിൽ ബി അലോങ് എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് അലോങ് സെഡ് ആക്സിസ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Particle is moving along y-axis, magnetic field is along x-axis. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടു. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലും വെലോസിറ്റി വൈ ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷൻ ഏതാണ്? സെഡ് ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അലോങ് എക്സ് ഡയറക്ഷൻ, പാർട്ടിക്കിൾ ഇസ് മൂവിങ് അലോങ് വൈ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ വി അലോങ് വൈ ഡയറക്ഷൻ, ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ പാർട്ടിക്കിളിൽ, ഈ രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെയുള്ള ഡയറക്ഷനാണ് ഏത്? സെഡ്. ഓക്കെ, സോ ദാറ്റ് ഫോഴ്സ് ഇസ് അലോങ് സെഡ് ആക്സിസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഡയറക്ഷനിലാണെന്ന് പറയാം നമുക്ക് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഡയറക്ഷനിലും ഫോഴ്സ് സെഡ് ഡയറക്ഷനിലുമാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ വർക്ക് എന്തായിരിക്കും? ഓർമ്മയുണ്ടല്ലോ, പ്ലസ് 1 പഠിച്ചത്. വർക്ക് ഡൺ ഇസ് എഫ് ഡോട്ട് എസ്, എഫ് എസ് കോസ് തീറ്റ. സോ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് 90, കോസ് 90 0. സോ വർക്ക് ഡൺ ഇസ് 0. അതാണ് അടുത്ത സെൻറ്റൻസ്. നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യമാണ്. എ വർക്ക് ഇസ് ഡൺ ഓൺലി ഇഫ് ദർ ഇസ് എ കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എപ്പോഴാണ് നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറയാം? വെനെവർ ദർ ഇസ് എ കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി, ഈ കേസിൽ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ അത് തന്നെയാണല്ലോ ഈ ഒരു വൈ ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ വർക്ക് ഇല്ല. നോ വർക്ക് ഇസ് ഡൺ. അപ്പോൾ അതൊന്ന് വളരെ കാര്യമായിട്ട് തന്നെ മനസ്സിൽ വെക്കുക. അതായത് ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് perpendicular to the direction of force, the work done is equal to 0. No work is done. Okay, അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരാം. ഏത് സിറ്റുവേഷനാണ്? യു ഹാവ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ
that charged particle is moving along y-axis. It is moving in a magnetic field. The magnetic field is along x-axis. Okay? ആ ഒരു സിറ്റുവേഷനിൽ the particle is acted upon by a force, a magnetic Lorentz force given by F equal to QVB. And direction of that force is perpendicular to V and B. എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഒരു കേസിൽ ദ ഫോഴ്സസ് അലോങ് സെഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രീവിയസ് നോളജായിട്ട് മനസ്സിലുണ്ടാവുക. ഇനി നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നൊരു ചാർജ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എ പാർട്ടിക്കിൾ is moving in a uniform magnetic field. എ ചാർജ് പാർട്ടിക്കിൾ, പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമ്മൾ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കേസായിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കേസിൽ വി പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം. വി പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലറായിട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ, അപ്പോൾ വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ. നമുക്കറിയാം ഫോഴ്സ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എഫ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും വീണ്ടും പറയുന്നത് അത് തന്നെയാണ്. ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അലോങ് സെഡ് ആക്സിസ്. അപ്പോൾ ഈ രീതിയിൽ, അതായത് വെലോസിറ്റിയും ഫോഴ്സും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു കേസ് നിങ്ങൾ മുമ്പ് പഠിച്ചത് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു ബോഡി ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബോഡി ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ പാത്ത്. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റിയും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും പെർപെൻഡിക്കുലറായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, പഠിച്ചല്ലേ മുമ്പ് കഴിഞ്ഞ വർഷം? ഏതാണ്? സർക്കുലർ മോഷനിൽ വെൻ എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്, അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏതായിരുന്നു? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഈസ് അലോങ് ദി ടാൻജൻറ്റ്. ഓക്കെ, ഫോഴ്സസ് അലോങ് ദി റേഡിയസ് ടുവേർഡ്സ് ദി സെൻറ്റർ. ആ ഫോഴ്സിനൊരു പേരുണ്ട്, എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിറ്റുവേഷനാണ്. അതായത് പാർട്ടിക്കിൾ ഈസ് മൂവിങ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, if velocity and magnetic field are perpendicular to each other, the particle will move in circular path. Okay, അപ്പോൾ സർക്കുലർ പാത്തിൽ മൂവ്, കാരണം ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് വെലോസിറ്റിയും ഫോഴ്സും പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലോറൻസ് ഫോഴ്സ് പറയുന്നത് എന്താ? എഫ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി. ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് ഏത് കേസിൽ മാത്രമാണ്? സർക്കുലർ മോഷനിൽ മാത്രമാണ്. സർക്കുലർ മോഷനിൽ ഫോഴ്സ് സെൻറ്ററിലേക്കാണ്, റേഡിയസിലൂടെ സെൻറ്ററിലേക്ക്, ആൻഡ് വെലോസിറ്റി ഈസ് അലോങ് ദി ടാൻജൻറ്റ്. നമുക്കറിയാം ഒരു സർക്കിളിൽ ടാൻജൻറ്റും റേഡിയസും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എഫ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ദിസ് ഫോഴ്സ് ആക്ട്സ് as a centripetal force and produces a circular motion perpendicular to magnetic field. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇഫ് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. അത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്.
അപ്പോൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ ഏത് ഫോഴ്സ് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലേ? ഒരു ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ കേസിൽ എവിടെ നിന്നാണ് ഈ ബോഡിക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചരടിൽ ഒരു കല്ല് കെട്ടി നമ്മളിങ്ങനെ വട്ടത്തിൽ ചുഴറ്റുകയാണെന്ന് വിചാരിക്കുക, വട്ടത്തിൽ കറക്കാണ്, അതും ഒരു സർക്കുലർ മോഷനാണ് അല്ലേ? ആ കേസിൽ ആ കല്ലിന് ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? നമ്മളാണ് കൊടുക്കുന്നത്. അതിൽ കെട്ടിയ ചരടിലൂടെ നമ്മളാണ് ആ ഫോഴ്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇഫ് ദ എർത്ത് ഇസ് മൂവിങ് അറൗണ്ട് ദ സൺ അല്ലേ, എർത്ത് ഇസ് മൂവിങ് അറൗണ്ട് ദ സൺ, അവിടെയും സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? ഒരു ഓൾമോസ്റ്റ് സർക്കുലർ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അവിടെയും ഈ സർക്കുലർ മീൻസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു? ഇറ്റ് ഈസ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഈ ചാർജ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു? യെസ്, the magnetic Lorentz force provides the centripetal force. Okay, so centripetal force magnetic Lorentz force il ninnanu ലഭിക്കുന്നത്. So we can write എങ്ങനെ എഴുതാം? QVB equal to mv square by r. r എന്താ അവിടെ? r is radius of the circular path. അപ്പോൾ centripetal force എന്തായിരിക്കും? mv square by r. m is the mass of the body moving, v is its velocity, r radius of the circular path. So അങ്ങനെ particle when it is moving in a circular path of radius r with velocity v, it has a centripetal force given by mv square by r. And this charged particle is acted upon by Lorentz force, which is given by qvb sin theta, where theta equal to 90 degree here അല്ലേ? തീറ്റ എന്താ? വെലോസിറ്റിയും ബിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അല്ലേ? ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പെഷ്യൽ കേസിൽ തീറ്റ 90 ആണ്. സോ ഇറ്റ് ഇസ് QVB. ആൻഡ് ദിസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട്സ് ലൈക്ക് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് എഴുതാം QVB ഈക്വൽ ടു mv സ്ക്വയർ ബൈ r. മനസ്സിലാകുന്നുണ്ടല്ലോ? QVB ഈക്വൽ ടു mv സ്ക്വയർ ബൈ r എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടും? ലോറൻസ് ഫോഴ്സിൽ നിന്ന് കിട്ടും, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇഫ് എ ചാർജ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ വെലോസിറ്റി v, it moves in a circular path and the centripetal force is provided by magnetic Lorentz force. So we can write QVB equal to mv square divided by r. mv square divided by r. Okay, so Q charge, v velocity, b magnetic field, m mass of the particle, r radius. Okay, QVB equal to mv സ്ക്വയർ ബൈ ആർ. ഇതിൽ നിന്ന് നമുക്ക് ആറൊക്കെ കണ്ടുപിടിക്കാം. ആർ എന്താ? ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ്. എത്ര റേഡിയസ് ഉള്ള പാത്തിലൂടെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് അറിയാം. ഓക്കെ, ആർ ഈക്വൽ ടു എന്താ? ഈക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ, ഒന്ന് ശ്രമിച്ച് നോക്കൂ. വാട്ട് ഇസ് ആർ ഈക്വൽ ടു? എന്താ കിട്ടുക ഇക്വേഷൻ? യെസ്, രണ്ട് സൈഡിലും ഒരു വി ക്യാൻസൽ ചെയ്യാം അല്ല? ലെഫ്റ്റ് സൈഡിൽ വി ഉണ്ട്, റൈറ്റ് സൈഡിൽ വി സ്ക്വയർ ഉണ്ട്. ഒരു വി ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിവൈഡഡ് ബൈ ആറാണുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിവൈഡഡ് ബൈ ആർ ഉണ്ട്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. എന്നിട്ട് ആർ ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ആർ എന്താ അവിടെ? ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. എം വി ബൈ ക്യൂ ബി ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് പി ബൈ ക്യൂ ബി. പി എന്താ? മൊമെൻറ്റം. ഓക്കെ, മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ, പി ബൈ ക്യൂ ബി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. ഇഫ് വെലോസിറ്റി ഈസ് മോർ, റേഡിയസ് വിൽ ബി മോർ. അതായത് ഇഫ് യു ഹാവ് എ പെർട്ടിക്കുലർ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ കോൺസ്റ്റൻറ്റ് യൂണിഫോം ഫീൽഡ്, ഇപ്പോൾ ഒരു പ്രോട്ടോൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോട്ടോൺ ആണെന്ന് വിചാരിക്കാം. ആ പ്രോട്ടോണിൻ്റെ മാസ് സെയിം ആണ്, മാറുന്നില്ല. ചാർജ് ക്യൂ സെയിം ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല.
അത് മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? വെലോസിറ്റിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അല്ലേ? ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്, ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് വെലോസിറ്റി, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P/QB, or the larger the momentum, the larger is the radius and bigger the circle described. അതായത് മൊമെൻറ്റം കൂടി കഴിഞ്ഞാൽ, മൊമെൻറ്റം എപ്പോഴാണ് കൂടുക? വെലോസിറ്റി കൂടുമ്പോൾ അല്ല, മൊമെൻറ്റം കൂടുന്ന വെലോസിറ്റി കൂടുമ്പോഴാണ്. മാസ് കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ മൊമെൻറ്റം കൂടും, അതായത് വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം കൂടും. മൊമെൻറ്റം കൂടിയാൽ എന്ത് സംഭവിക്കും? റേഡിയസ് കൂടും. എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളിൽ ആയിരിക്കും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലാർജർ ദ മൊമെൻറ്റം, ലാർജർ ഇസ് ദ റേഡിയസ് ആൻഡ് ബിഗർ ദ സർക്കിൾ ഡിസ്ക്രൈബ്ഡ്. ആ സർക്കിൾ എന്ന് പറയുന്നത് വലുതായിക്കൊണ്ടിരിക്കും, റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇഫ് ഒമേഗ ഇസ് ആംഗുലർ ഫ്രീക്വൻസി, ദെൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് V = ഒമേഗ R അല്ല, ഫ്രീക്വൻസി എന്താണെന്ന് അറിയാലോ. അപ്പോൾ V = ഒമേഗ R. അതിൽ നിന്ന് ഒമേഗ = V/R. ആ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. ഒമേഗ = V/R V/R നമ്മൾ ഇക്വേഷൻ 1-ൽ നിന്ന് നേരിട്ട് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് V/R? ഇക്വേഷൻ 1 നോക്കൂ. ഇക്വേഷൻ 1-ൽ R = mv/QB. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് QB R = mv എന്ന് കിട്ടും. അതിൽ നിന്ന് V/R കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് QB/m ഒമേഗ. സോ ഒമേഗ = V/R = QB/m. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കൂ? ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി ഓർ എനർജി അല്ല. ആംഗുലർ ഫ്രീക്വൻസി ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ദെൻ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് വെലോസിറ്റി അല്ലെങ്കിൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ലാർജർ ദ മൊമെൻറ്റം, ലാർജർ ഇസ് ദ റേഡിയസ് ആൻഡ് ബിഗർ ദ സർക്കിൾ ഡിസ്ക്രൈബ്ഡ്. ആൻഡ് ഒമേഗ, ഈ ഒരു റിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു 3 റിലേഷൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ആദ്യത്തേത് mv²/R = QVB. രണ്ടാമത്തേത് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് R = mv/QB. മൂന്നാമത്തേത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ = QB/m. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി കിട്ടി. ഇനി നമ്മൾ മറ്റൊരു കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത കേസ് എന്തായിരുന്നു? പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. ഓക്കെ, പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് y ഡയറക്ഷൻ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അലോങ് x ആക്സിസ്. ഓക്കെ, നേരത്തെ പാർട്ടിക്കിൾ വാസ് മൂവിങ് അലോങ് y ഡയറക്ഷൻ. ഇനി അതല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദി xy പ്ലെയിൻ. ഓക്കെ, പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദി xy പ്ലെയിൻ. അതായത് വെലോസിറ്റി ഒരു വെക്ടറാണ്, XY പ്ലെയിനിലുള്ള ഒരു വെക്ടറാണ്. പൂർണ്ണമായിട്ട് x ആക്സിസിലും അല്ല, പൂർണ്ണമായിട്ടും y ആക്സിസിലും അല്ല. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹാസ് എ കമ്പോണൻ്റ് അലോങ് x ഡയറക്ഷൻ ആൻഡ് എ കമ്പോണൻ്റ് അലോങ് y ഡയറക്ഷൻ. പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് വെലോസിറ്റി v ഇൻ ദി XY പ്ലെയിൻ. x ആക്സിസിലും ഒരു കമ്പോണൻ്റ് ഉണ്ട്, y ആക്സിസിലും ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കമ്പോണൻ്റ് കൊണ്ടുള്ള ഫോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. എക്സ് കമ്പോണൻ്റ് കൊണ്ടുള്ള ഫോഴ്സിനെ പറ്റി എന്ത് പറയാൻ പറ്റും? എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എങ്ങനെയാണ് ഉണ്ടാവുക? ചിത്രം നോക്കൂ. എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി അല്ലേ, എലോങ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ആ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും സെയിം അല്ലേ, സെയിം ഡയറക്ഷൻ അല്ലേ, പാരലൽ അല്ലേ. സോ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ. അങ്ങനെ ആകുമ്പോൾ എന്താ ഫോഴ്സ്? ലോറൻസ് ഫോഴ്സ്. V and B പാരലൽ. സോ QV ക്രോസ് B എന്നുള്ളത് QVB സൈൻ ആംഗിൾ എന്താ? 0. സൈൻ 0. സൈൻ 0 = 0. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ XY പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് Vx എന്നെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദർ ഇസ് നോ ഫോഴ്സ്. ഫോഴ്സ് = QVB സൈൻ തീറ്റ. ഇവിടെ തീറ്റ 0 ആണ് കിട്ടുക. സോ QVB
ഈക്വൽ ടു 0. QVB sin 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നോ ഫോഴ്സസ് ആക്ടിങ് അലോങ് എക്സ് ഡയറക്ഷൻ. ഇനി ഇതിൻ്റെ വൈ കമ്പോണൻ്റ് എങ്ങനെയായിരിക്കും? അലോങ് വൈ ഡയറക്ഷൻ അല്ല, വൈ കമ്പോണൻറ്റ്. ഈ വൈ കമ്പോണൻറ്റും കൊണ്ടുള്ള ഫോഴ്സ് എന്തായിരിക്കും? വൈ കമ്പോണൻ്റ് എങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ QVB സൈൻ തീറ്റ എന്നുള്ളത് എങ്ങനെ വരും? QVYB സൈൻ 90. ഓക്കെ, QVY, VX എക്സ് ഡയറക്ഷണൽ വെലോസിറ്റി, VY വൈ ഡയറക്ഷണൽ വെലോസിറ്റി. സോ QVYB സൈൻ 90 എന്ന് പറഞ്ഞാൽ അത് 0 ആവുമോ? ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഡ്യൂ ടു എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഫോഴ്സ് 0. കാരണം എന്താ? കമ്പോണൻ്റ് ഓഫ് V ആൻഡ് B ആർ പാരലൽ. സോ നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്തുകൊണ്ടാണ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? നോ ഫോഴ്സ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ, ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ദ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റൈറ്റ്? When the particle is moving in the xy plane, the x component of velocity remains constant, or the particle moves with uniform velocity along x direction. Now, what about due to y component? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, due to y component, there is a force acting on the particle, and that force is perpendicular to x and y. Y component of velocity കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഫോഴ്സ് ഉണ്ടാവും. സോ QVYB. ഓക്കെ, QVYB ആ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്, VY വൈ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ആ ഫോഴ്സ് 0 അല്ല. ആ ഫോഴ്സ് ഏത് ഡയറക്ഷൻ ആക്ട് ചെയ്യും? അലോങ് സെഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്യും? അതാണ് നമ്മുടെ പ്രോബ്ലം. അതായത് ആദ്യത്തെ കേസിൽ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആയിരുന്നു. നമുക്ക് മനസ്സിലായി പാർട്ടിക്കിളിന് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ? സർക്കുലർ പാത്തിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആവണം, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആവണം. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ്. സോ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സർക്കുലർ പാത്ത്. ദിസ് സിറ്റുവേഷൻ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് because now the velocity has got two components, the x component and y component. The x component remains constant. There is no force due to the x component of velocity. So the particle must undergo uniform motion along x direction. But the y component is along y axis, which is perpendicular to the magnetic field. Okay, so due to that component of velocity, there will be a force acting on the particle. അങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല, വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കണം. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അലോങ് സെഡ് ഡയറക്ഷൻ. അപ്പോൾ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം, വൈ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പാർട്ടിക്കിൾ ഏത് തരം പാത്തിലാണ് മൂവ് ചെയ്യുക? എന്തായിരിക്കും പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ്? അതിൻ്റെ നേച്ചർ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? പാർട്ടിക്കിൾ എങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കുമോ പോവുക, അല്ലെങ്കിൽ സർക്കുലർ പാത്തിലായിരിക്കുമോ പോവുക, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിറ്റും കുറച്ച് സർക്കുലറായിട്ട് പോവോ? എങ്ങനെയായിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുക ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ? എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഇതായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് അലോങ് എക്സ് ഡയറക്ഷൻ പാർട്ടിക്കിൾ ഹാസ് ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി, ആൻഡ് അലോങ് വൈ ഡയറക്ഷൻ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ സർക്കുലർ പാത്ത്. ആസ് എ റിസൾട്ട് ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ ഹെലിക്സ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹെലിക്സ് എന്നുള്ള ഷേപ്പ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ യൂണിഫോം വെലോസിറ്റിയും, അപ്പോൾ എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യണം, പക്ഷേ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. വൈ ഡയറക്ഷനിലാണെങ്കിലോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യണം, ആൻഡ് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഷുഡ് ബി ആക്സിലറേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട്
particle moves in a helical path. എങ്ങനെയാണ് ഹെലിക്കൽ പാത്ത് നോക്കൂ, ഈ രീതിയിലായിരിക്കും പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, കാണാമല്ലോ. പോസിറ്റീവ് ചാർജ് ക്യൂ, പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ കാണുന്നില്ലേ? എക്സ് ഡയറക്ഷനിൽ എങ്ങനെയാണ്? യൂണിഫോം മോഷനാണ്. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റിയിൽ ഒരു ചേഞ്ചും ഇല്ല. അതേസമയം വൈ ഡയറക്ഷനിൽ വേരിയേഷൻ എങ്ങനെയാണ്? മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ സർക്കുലർ പാത്തിൽ ഒരു ഭാഗത്ത് മാത്രം നിന്ന് ഇങ്ങനെ മൂവ് ചെയ്താൽ പോരാ. ഒരു സർക്കിളിൽ മാത്രം നിന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണ്ടേ? എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. വൈ ഡയറക്ഷനിലാണെങ്കിൽ ഈ രീതിയിലുള്ള മോഷനാണ് ഉണ്ടാവുക, സർക്കുലർ പാത്തിലുള്ള മോഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ ഹെലിക്കൽ പാത്ത്. ഓക്കെ, ഈ ഫിഗറിൽ വെലോസിറ്റിയുടെ കമ്പോണൻസ് ഒക്കെ മാർക്ക് ചെയ്ത് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. വെലോസിറ്റി പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് വി എക്സ് ആൻഡ് വി വൈ എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണാം, പിച്ച്. എന്താണ് പിച്ച്? പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്ത് മൂവ് ചെയ്യുന്ന സമയം കൊണ്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ലീനിയർ ഡിസ്റ്റൻസ് ആണ് പിച്ച്. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ആ പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ ലീനിയർ ആയിട്ട് ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് പറയാം. ഓക്കെ, അതിനുള്ളൊരു ഇക്വേഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഇസ് എ ടൈം ടേക്കൺ ഫോർ 1 revolution? ടൈം ടേക്കൺ എന്ന് പറയുന്നത് എന്താ? ടൈം പീരീഡ്. ഒരു പ്രാവശ്യം ആ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാനുള്ള സമയം. ഇറ്റ് ഈസ് ഈക്വൽ ടു 2πf അല്ല, അല്ലെങ്കിൽ 2π/ω. ടി ഈക്വൽ ടു 2π/ω ഈക്വൽ ടു 1/f. ടി ഈക്വൽ ടു 1/f നമുക്ക് മുന്നേ അറിയുന്ന ഇക്വേഷൻ അല്ലേ? അപ്പോൾ ടി ഈക്വൽ ടു 1/f എന്ന് എഴുതാം, അല്ലെങ്കിൽ ടി ഈക്വൽ ടു 2π/ω. So the distance moved along the magnetic field in one rotation, that is called pitch. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റൊട്ടേഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് പറയുക. സോ പി ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എന്താ? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി. എക്സ് ഡയറക്ഷനിലെ മൂവ്മെൻറ്റിന് ആ ഡിസ്റ്റൻസിനാണല്ലോ നമ്മൾ പിച്ച് എന്ന് പറയുക. അപ്പോൾ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി വി എക്സ് ഇൻറ്റു ടൈം. ഓക്കെ, വി എക്സ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് ഇവിടെ ടൈം പീരീഡാണ്, ഒരു റെവല്യൂഷൻ എടുത്ത സമയം. സോ വി എക്സ് ഇൻറ്റു ടിക്ക് പകരം 2π/ω എന്ന് എഴുതാം. ഒമേഗ നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, QB/m. ഓക്കെ, സോ പി ഈക്വൽ ടു 2πmVx/QB. It's a very important relation. Okay, the pitch of the particle in the magnetic field, P equal to 2πmVx/QB. മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇക്വേഷൻ എങ്ങനെ എഴുതിയെന്ന്? പിച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഏത് വെലോസിറ്റി? എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി വി എക്സ് ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് വി എക്സ് ഇൻറ്റു ടൈമിന് പകരം 2π/ω. ഇനി ഒമേഗയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, QB/m. സോ 2πmVx/QB. അതായത് ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഒമേഗ 2π/ω ഉണ്ടല്ലോ, അവിടെ ഒമേഗയ്ക്ക് QB/m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എം മുകളിലേക്ക് പോയി. ആ രീതിയിലാണ് നമുക്ക് 2πmVx/QB എന്ന് കിട്ടി. സോ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ കമ്പോണൻറ്റ് ഓഫ് മോഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഇനി ആ സർക്കുലർ കമ്പോണൻ്റ് അല്ലെങ്കിൽ ആ ഹെലിക്കൽ പാത്തിൻ്റെ റേഡിയസിനാണ് റേഡിയസ് ഓഫ് ദി ഹെലിക്സ് എന്ന് പറയും. ഓക്കെ, സോ ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ ഹെലിക്കൽ പാത്ത്. അതിൻ്റെ റേഡിയസ് ഇറ്റ് ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ദി ഹെലിക്സ്. അപ്പോൾ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഫ്രം അവർ ഡിസ്കഷൻ? നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലുള്ള കൺക്ലൂഷൻ എന്താണ്? 2 പോയിൻറ്റ്സാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതായത് ഇഫ് എ ചാർജ് ഈസ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇന്നത്തെ ഡിസ്കഷന് മനസ്സിലാക്കി 2 പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇഫ് ദ ചാർജ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ദ ചാർജ് ഈസ് മൂവിങ് ഇൻ ദ പ്ലെയിൻ, അതായത് if the velocity has an x component and y component, then along x direction velocity remains constant.
along y direction there will be a force and there will be an acceleration. Okay, so as a result the particle moves in a helical path. Due to the x component of velocity there is no force. Due to y component of velocity there is a force perpendicular to the direction of magnetic field. Okay, and that is along z axis. So under the influence of this force the particle moves in a helical path. Okay, അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.